സാർ, ഈ ദുരിതാശ്വാസം ഇപ്പോഴും വയനാട്ടിലെ ഈ ദുരന്തത്തിൽ നമ്മളൊക്കെ പകച്ചു നിൽക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നും പുനരധിവാസം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇപ്പോഴും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് മാധ്യമങ്ങൾ, അതായത് ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ പടച്ചുവിടുന്ന നുണകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും അഹമ്മദ് മാഷ് അത് കൃത്യമായി 6-ാം തീയതിയുള്ള കണക്ക് കളക്ട്രേറ്റിൽ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്ന കണക്ക് കൃത്യമായി ABC-യിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചതാണ്. അതിലൊരു കുറവോ കൂടുതലോ ഒന്നുമില്ലാതെ കൃത്യമായി. ഇപ്പോൾ ഇന്ന് 8-ാം തീയതിത്തെ കണക്കും നമ്മൾ ABC പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഈ റേറ്റിംഗ് കൂടാൻ വേണ്ടിയാണെങ്കിലും ഇത്തരം നുണകൾ ചെയ്യുന്നത്? പലപ്പോഴും ഈ ഒരു വലിയ ദുരന്തത്തെ കുറച്ച് കാണിക്കുന്നതിൻ്റെ ഒരു രീതിയായി മാറുകയല്ലേ? പറഞ്ഞതുപോലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുകയാണ് കാര്യങ്ങൾ. അവർ കളർഫുള്ളാക്കാനായിട്ട് ആരെങ്കിലും ഒരാളെ എവിടെയെങ്കിലും കണ്ടുപിടിക്കും, എന്നിട്ട് അവരുമായിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്ത് ഒന്ന് കളർഫുള്ളാക്കാനായിട്ട് നോക്കും. പക്ഷേ 6000 പേരുടെ കാര്യം പറയേണ്ട സ്ഥാനത്ത് ഒരാളുടെ കാര്യവും പറഞ്ഞ് ഇതിൻ്റെ ഗൗരവം കുറച്ച് വളരെ ലാഘവത്തോടു കൂടിയാണ് അവരിത് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് ഇതിലെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റീസ് കണക്കിലെടുക്കാതെയുള്ള ഡിസ്ക്രിപ്ഷനും റിപ്പോർട്ടിങ്ങുമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ സാറിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സാർ അതൊന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാണികൾക്കും എല്ലാവർക്കും അത് വളരെ. അഹമ്മദ് മാഷിനോട് ഈ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാർ ആ സ്ഥലത്ത് നേരിട്ട് പോയി കണ്ട ഒരാളാണ്. ഇവർ ഈ കാണിക്കുന്നതിനപ്പുറമാണ് വയനാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സാർ അവിടുത്തെ ക്യാമ്പുകൾ പോയി സന്ദർശിച്ച്, പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച ഒരാൾ കൂടിയാണ്. എന്താണ് സാർ വയനാടിൻ്റെ ഒരു അവസ്ഥ? ഈ മാധ്യമങ്ങളിൽ കാണിക്കാത്ത ഒരു വയനാടുണ്ടല്ലോ, എന്താണ് ആ വയനാടിൻ്റെ ഒരു അവസ്ഥ? തീർച്ചയായിട്ടും ധന്യയും തോമസ് സാറും പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അത് ഒരു വാർത്തയിൽ മാത്രമല്ല, എല്ലാ വാർത്തകളിലും ഈ ഒരു അപകടം പറ്റുന്നുണ്ട്. നമ്മൾ പണം കൊടുത്ത് വാർത്താമാധ്യമങ്ങളെ വിശ്വസിച്ചിട്ട് ലോകത്തിലെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വന്ന് നിറയുന്നത് ഈ കണ്ണീർ കഥകളാണ്. അതിന് ഭാവന മതി, അതിന് വസ്തുത വേണ്ട. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കുറച്ച് ക്യാമ്പുകളിലെങ്കിലും പോലീസ് പലയിടത്തും തടഞ്ഞെങ്കിലും പോയി നോക്കിയല്ലോ. വയനാട് കളക്ടറേറ്റിലെ വിവരങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചതുമാണ്. അത് വളരെ ഭീകരമായിരുന്നു. ആദ്യത്തെ ദിവസം അതിഭീകരമായിരുന്നു. അന്നാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ABC-യിലെത്തിയപ്പോഴാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത്, അന്ന് ഞാൻ പോയ ദിവസം അവിടെ 93 ക്യാമ്പുണ്ട് സാറേ. 93 ക്യാമ്പിൽ 10,000-ലേറെ ഇൻമേറ്റ്സ് ഉണ്ട്. ആ സമയത്ത് നമ്മുടെ മീഡിയ പറയുകയാണ് 16 ക്യാമ്പുകളേ ഉള്ളൂ, 680 പേരേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അതിനുശേഷം അത് കേട്ടപ്പോഴാണ് ഞാൻ അന്ന് വസ്തുതകൾ എടുത്തത്. നമ്മൾ ഈ 6-ാം തീയതി വൈകുന്നേരത്തെ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് ഈ വയനാട് ജില്ലാ കളക്ടറേറ്റിൽ പരസ്യമായി ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയാൻ വേണ്ടി പ്രദർശിപ്പിച്ച ഒരു ബോർഡുണ്ട്, ഡിസ്പ്ലേ ബോർഡുണ്ട്. അതിൽ വന്ന കണക്കാണ് അന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എന്ത് മാറ്റം വന്നു? അന്ന് നമ്മൾ അതിൻ്റെ കൃത്യമായ കണക്ക് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ 8-ാം തീയതി രാവിലെയാണ്. ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്തുക്കൾ മുഖേന വയനാട് കളക്ടറേറ്റിലെ ഒരു ബോർഡിൻ്റെ ഫോട്ടോ ഒക്കെ വരുത്തിയിട്ട് നോക്കുമ്പോൾ വന്ന വിവരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നത് 16 ക്യാമ്പുണ്ട്, അതിൽ 680 പേരുണ്ടെന്നാണ്. അപ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. 100ഓളം ക്യാമ്പുള്ളപ്പോഴാണ് ഇവർ 20-ൽ താഴെ 15 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു ഇത്രയും ദിവസമായിട്ടും മഴ ഒന്ന് കുറഞ്ഞിട്ടും ദുരന്തത്തിൻ്റെ വോള്യം ഒരു ആശ്വാസകരമായ അവസ്ഥയിലേക്ക് വന്നിട്ടും പുതിയ മണ്ണൊന്നും ഇടിയാതെ പുതിയ മലവെള്ളപ്പാച്ചിലൊന്നും വരാത്തൊരവസ്ഥ വരുമ്പോഴും അവിടുത്തെ സ്ഥിതി എന്താണ്? എത്ര പേര് മരിച്ചു, എത്ര പേര് ഇനിയും കണ്ടെടുക്കാനുണ്ട്, എത്ര പേര് ഡെഡ് ബോഡീസ് എത്ര തിരിച്ചറിഞ്ഞു, എത്ര ശരീരഭാഗങ്ങൾ കിട്ടി, ഇതൊക്കെയാണല്ലോ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഇതാണുള്ള വാർത്ത. അത് പറയാൻ പലർക്കും നേരമില്ല. കാരണം അതിന് ഈ സ്റ്റോറിയും കണ്ണീർ കഥകളും ഒപ്പിയെടുക്കാൻ പോയാൽ അത് കിട്ടൂല. അതാണ് ഇതിൻ്റെ കാര്യം. ഞാനിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും പുതിയ വസ്തുത പറയാം. തന്നെ ഓർക്കുന്നുണ്ടാവും, 6-ാം തീയതി നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ച് മൊത്തം മരണം 411 ആയിരുന്നു. 411. പക്ഷേ എങ്ങനെയാണ് ആ കണക്ക്? തീർച്ചയായിട്ടും 411 മരണം എന്ന് പറയുന്നത് 224 പേര് പൂർണ്ണ ശരീരത്തോടെ മരിച്ചതായിട്ട് കണ്ടെടുക്കപ്പെട്ട് കൺഫേം ചെയ്തത്, ഫുൾ ബോഡി കൺഫർമേഷൻ 224 എന്നാൽ ഏതാണ്ട് അത്ര തന്നെ പേര് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. പലയിടത്തു നിന്നായിട്ട് എക്സ്കവേഷൻ നടക്കുമ്പോൾ ഈ JCB പോയി മണ്ണ് നീക്കുമ്പോൾ ഒരു കൈ, ഒരു കാല്, ഒരു തലയോട്ടി എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അന്നുണ്ടായിരുന്നത് 7-ാം തീയതി നമ്മൾ കൊടുത്ത കണക്കനുസരിച്ച് 187 പേരായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ബോഡി കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ ശരീരത്തോടെ മരിച്ചവർ 224 സെയിമാണ്. ആ
കണക്കിൽ മാറ്റം വന്നിട്ടില്ല. അതേ സമയത്ത് വീണ്ടും 2 പേര് ഡെഡ് ബോഡിയുടെ പാർട്സ് കിട്ടി. അപ്പോൾ 187 ആയിരുന്നു അന്ന്, അതിപ്പോൾ 189 അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ മരണം എത്ര വന്നിട്ടുണ്ടാവും ഒന്നാലോചിച്ച് നോക്കൂ. അതാണ് ഒരു പ്രധാന 2 പേരുടെ മരണസംഖ്യയിൽ 2 പേര് കൂടി. 187 പറഞ്ഞത് 189 ടോട്ടല്. ഐ മീൻ 411 പറഞ്ഞത് 413 അതാണ് ആ കാര്യത്തിൽ വന്ന വ്യത്യാസം. വേറൊന്ന്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് എത്ര പേരുണ്ട്? അന്ന് പറഞ്ഞിരുന്നത് 91 പേരാണ്. പുതിയതായും ആശുപത്രിയിൽ വന്നിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം. ഉള്ളവർ വിട്ടിട്ടുമില്ല. ഗുരുതരമായ പരിക്കുള്ളവരാണ് പലരും. അതുകൊണ്ട് ആ 93 മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് 91 പേരാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് കൺഫേം ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു വിഭാഗം, അപ്പോൾ മരിച്ചത് പറഞ്ഞു നമ്മൾ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, 413 പേര് മരിച്ചതിൽ എത്ര ബോഡി തിരിച്ചറിഞ്ഞു? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നയാൾ ഐഡൻറ്റിഫൈഡ് ബോഡീസ്, അതാണ് ഏറ്റവും ദയനീയമായ ചിത്രം. ഐഡൻറ്റിഫൈഡ് ബോഡീസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുമ്പോൾ 175 ആയിരുന്നു. മഹാഭാഗ്യത്തിന് 3 പേരെ കൂടി കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയായി? 178 ഐഡൻറ്റിഫൈഡ് ബോഡീസ്, തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ 178. ഓർക്കേണ്ട കാര്യം, ഈ 413 178 കഴിച്ച് ബാക്കി മുഴുവൻ അജ്ഞാത തിരിച്ചറിയപ്പെടാത്ത ബോഡികളാണ്. അവരെയാണ് അവിടെ വലിയൊരു എസ്റ്റേറ്റിനകത്ത്, ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനകത്ത് സമൂഹ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട്, സർവ്വമത പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ഏതോ അജ്ഞാതനായ മനുഷ്യൻ, ഏതോ അമ്മയുടെ മക്കൾ, അങ്ങനെ വലിയൊരു മാനവികമായ ഒരു അന്തരീക്ഷത്തിൽ കബറടക്കിയത്, അല്ലെങ്കിൽ മറവ് ചെയ്തത്, അല്ലെങ്കിൽ ചിതയൊരുക്കിയത്. അതാണ് അതിൻ്റെ ഒരു തലം. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മീഡിയ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കണക്ക് ക്യാമ്പുകളുടെ എണ്ണമാണ്. എളുപ്പമല്ല സാറേ. ഒന്നുകിൽ ഉത്തരവാദപ്പെട്ട അധികാരികളോട് പോയി ചോദിക്കണം, സാറേ എത്ര ക്യാമ്പ് ഉണ്ട് ആക്ച്വലി. അതിന് പകരം ഒരു ക്യാമ്പിൽ പോയിട്ട് അവിടെ ഒരു അമ്മച്ചിയുടെ കഥയും മോൻ്റെ കഥയും കുടുംബത്തിൻ്റെ കഥയും തീർച്ചയായിട്ടും കൊടുത്തോട്ടെ. പക്ഷെ അത് സബ് സ്റ്റോറീസ് ആയിരിക്കണം, സൈഡ് സ്റ്റോറീസ് ആയിരിക്കണം, മെയിൻ സ്റ്റോറി ആവരുത്. മെയിൻ സ്റ്റോറി മിസ് ചെയ്യുകയും അത് സ്കിപ്പ് ചെയ്തിട്ട് ഇത് പറയുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു കണക്ക് ഞാൻ പറയാം. ഇന്നത്തെ ഒരു ക്യാമ്പുകളുടെ എണ്ണം, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യത്തെ ദിവസം ഞാൻ പോയ ദിവസം 93 ക്യാമ്പ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 7-ാം തീയതിയിലെ കണക്ക് കൊടുക്കുമ്പോൾ കുറേ ക്യാമ്പുകൾ ക്ലബ് ചെയ്തു, മേജ് ചെയ്തു. പിന്നെ ദൂരത്തുള്ള ക്യാമ്പുകളിലൊക്കെ സൗകര്യത്തിന് ചില ക്യാമ്പുകളുടെ എണ്ണം കുറവായതുകൊണ്ട്, ആളുകളുടെ ഇൻമേറ്റ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് അവരെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ 7-ാം തീയതി നമ്മൾ പറഞ്ഞത് ക്യാമ്പുകളുടെ എണ്ണം 51 ആയിരുന്നു. ഇപ്പോൾ 3 ക്യാമ്പുകൾ കൂടി പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 48. ഇന്നത്തെ 7-ാം തീയതിയിലെ ഇന്ന് 8-ാം തീയതിയിൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിലീഫ് ക്യാമ്പുകളുടെ എണ്ണം 48. ഇനി ഇൻമേറ്റ്സ്, 1-ാം ദിവസം അവിടെ തുറന്നു വെച്ച ക്യാമ്പുകൾ 93 ആയിരുന്നു. ഇൻമേറ്റ്സ് 10,053 ആയിരുന്നു. നമ്മൾ 7-ാം തീയതിയിലെ കണക്ക് കൊടുത്തപ്പോൾ 51 ആയിരുന്നു ക്യാമ്പുകളുടെ എണ്ണം. ഇൻമേറ്റ്സ് 6,395 ആയിരുന്നു. ഇന്നത്തെ ലേറ്റസ്റ്റ് കണക്ക് ഇതാ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. ഇന്ന് വയനാട്ടിൽ 48 ക്യാമ്പുകളുണ്ട്. ഇൻമേറ്റ്സിൻ്റെ എണ്ണം 6,024 ഇപ്പോഴും 6,024 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. അവിടെ രാവും പകലും പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരും അനുദ്യോഗസ്ഥരുമായ മനുഷ്യരുണ്ട്, മനുഷ്യസ്നേഹികളുണ്ട്. അവരുടെയൊക്കെ എണ്ണം കുറച്ച് പറയുന്നവരാണ്. എന്തുമാത്രം വലിയ പാവാണെന്ന് ആലോചിച്ച് നോക്കൂ. 10 ഉള്ളൂ, 15 ഉള്ളൂ. അതിൻ്റെ വോള്യം കുറച്ചാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. അവർ ചെയ്യുന്ന വലിയ വർക്കല്ലേ, അവർ ചെയ്യുന്ന വർക്കുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ അന്ന് ചുരം കയറിയിട്ട് ഇന്നും ഇറങ്ങാത്ത മനുഷ്യരുണ്ട്, എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ. അത് എല്ലാ സംഘടനകളും ഉണ്ട് സാറേ. ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ എല്ലാ വിഭാഗമുണ്ട്. ലീഗുണ്ട്, സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, ഇവരുടെയൊക്കെ എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട്. സേവാഭാരതി, RSS ഉണ്ട്. ക്രിസ്തീയ സഭകളും അവരുടെ ഇടവകളും അച്ഛന്മാരും ഒക്കെ നേരിട്ട് നേതൃത്വം നൽകുന്നുണ്ട്. ഇവരൊന്നും കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഒരു വിവരം ചോദിച്ചാൽ കിട്ടും. അത് പറയാതെയാണ് ഇവർ ഈ കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കുന്നത്. അത് പറയരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഞെട്ടിക്കുന്നൊരു കാര്യം, അന്ന് നമ്മൾ വലിയ സങ്കടത്തോടെ ഞാനും ധന്യയും പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യം, ഒരു കോളം ബ്ലാങ്കായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതേതാണെന്നറിയോ? മിസ്സിംഗ് നമ്പർ ഓഫ് മിസ്സിംഗ് പേഴ്സൺസ്. അത് വലിയൊരു മേജർ പ്രോബ്ലം. ഇന്നത്തെ എനിക്ക് ഏറ്റവും ആശ്വാസം തോന്നിയ, ഈ കണക്ക് കണ്ടപ്പോൾ ആശ്വാസം തോന്നി, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയൊരു കാര്യം, ഗവൺമെൻറ് കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മിസ്സിംഗ് കോളത്തിൽ 152 എന്നടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 152 പേര് ഔദ്യോഗികമായി മിസ്സിംഗ് ആണ് ഇപ്പോൾ എന്ന കണക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് സത്യത്തിൽ വാർത്ത. അത് പറയുന്നില്ല ജനങ്ങളോട്. വേറൊരു, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ദുരന്തത്തിൻ്റെ വോള്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, വളരെ വലുതാണ്. അത് നമ്മൾ പ്രേക്ഷകരോട് പങ്കിടുന്നു. വേറൊന്ന്, തീർച്ചയായിട്ടും അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരായി ശമ്പളം കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ സേവനമാണ്. അതിൽ അന്ന് നമ്മൾ പറഞ്ഞ കണക്ക് അതുകൂടെ ഒന്ന് ഓടിച്ചു പോകും. ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഇതിൻ്റെ ഒരു വോള്യം കുറഞ്ഞപ്പോൾ, ഇൻറ്റൻസിറ്റി കുറഞ്ഞപ്പോൾ ഇവരെയൊക്കെ റീപാക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണം, അന്ന് നമ്മൾ പറഞ്ഞു NDRF ആണ് ആദ്യം വന്നത്. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം, ആരുടെ നിർദ്ദേശപ്രകാരം ആവട്ടെ, ആദ്യം എത്തേണ്ടത് അവരാണ്. NDRF കടുത്ത പരിശീലനം കിട്ടിയവരാണ് എന്തിനെ അതിജീവിക്കാൻ. അവരന്ന് 126 പേരുണ്ടായിരുന്നു, പ്രത്യേക ബറ്റാലിയനായിട്ട് വന്നിറങ്ങി.
അവർ ആദ്യഘട്ടത്തിലെ ആ പാലം നിർമ്മാണം ഉൾപ്പെടെ അവർ വന്നില്ലായിരുന്നെങ്കിൽ അസാധ്യമായ എല്ലാം അവർ ചെയ്തു വെച്ചിട്ട് ദുഷ്കരമായ അവരുടെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇനി നിങ്ങൾ മതി മക്കളെ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. അവരോടാണ് ആദ്യം നമ്മൾ നന്ദി പറയുന്നത്. NDRFന്റെ 126 പേർ ഇപ്പോഴും അവിടെ ഉണ്ട്, പോയിട്ടില്ല. പക്ഷേ അവരുടെ പണി ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവർ ബാക്കിയുള്ളവരൊക്കെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ട്. അവരോടാണ് ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത്. രണ്ടാമത് ഓടിയെത്തിയത് നമ്മുടെ ആർമിയാണ്. ആർമി ആദ്യം വന്നപ്പോൾ 750 പേരുണ്ടായിരുന്നു. ആർമിയുടെ പ്രധാനപ്പെട്ട ദൗത്യം പൂർത്തിയായി എന്ന് തോന്നിയപ്പോൾ ആർമി തിരിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരള പോലീസ് പുതിയ ഡിപ്ലോയ്മെന്റ് വരുത്തി. അപ്പോൾ ദൂരത്ത് നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന അതിർത്തി ഉണ്ടല്ലോ, രാജ്യരക്ഷയെ അത് എഫക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് അതിവേഗത്തിൽ അവരെ തിരിച്ചയച്ചു. ആ 750 പേര് ആർമി പേഴ്സണൽസ് തിരിച്ചുപോയി. പകരം അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കേരള പോലീസ് 859 പേരെ ഇറക്കി. അവർ നമ്മുടെ സേനയാണ്, തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സേനയാണ്. അപ്പോൾ 859 പോലീസുകാർ, കേരള പോലീസിൽ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. അവരവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒരു സംഗതി, അന്ന് നമ്മൾ കണക്ക് പറയുമ്പോൾ ഇല്ലാത്ത 2 കൂട്ടർ വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ബോഡി, കാണപ്പെടാത്ത ബോഡികൾ എവിടെയാണെന്ന് അറിയാനാണ്. അവർക്ക് അത് ഡോഗ് സ്ക്വാഡാണ്. ഡോഗ് സ്ക്വാഡ് സാറിന് അറിയാലോ, ദേശീയ തലത്തിൽ തന്നെ വളരെ കുറച്ചേ പേരുണ്ടാവുള്ളൂ. അതിൽ നിന്ന് ആദ്യം വന്ന ഡോഗ് സ്ക്വാഡ് 7 പേര് അവിടെ ഉണ്ട്. ചില്ലറക്കാരല്ല, നായ മാത്രമല്ല, അതിൻ്റെ വലിയ പരിശീലനം കിട്ടിയാണ്. 7 പേരുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒഡീഷയിലെ അതിവിദഗ്ധനായ ഒരു ഈ നായ വിദഗ്ധനുണ്ട്. ഡോഗ് സ്ക്വാഡിൻ്റെ തലവൻ ഒഡീഷയിൽ നിന്ന് ഒരാളെ വന്നിട്ടുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ കോർഡിനേറ്റ് ചെയ്യാൻ. ഇദ്ദേഹം അതിൻ്റെ എക്സ്പേർട്ടാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഫയർ സർവീസ് കഴിഞ്ഞ തവണ 7-ാം തീയതിയിലെ കണക്ക് പറയുമ്പോൾ ഫയർ സർവീസ് വന്നിരുന്നത് 600 പേരാണ്. ആദ്യം വന്ന ബറ്റാലിയൻ 600 പേരായിരുന്നു. അവരിൽ 2-3 പേർക്ക് അസുഖം വന്നിട്ട് 3 പേര് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ 507, 600 പേര്, 3 പേരല്ല 93 പേര് തിരിച്ചു പോയിട്ടുണ്ട് പല കാരണങ്ങളാൽ, അസുഖം വന്നിട്ടും പനിയൊക്കെ ആയിട്ട്. ഇപ്പോൾ 507 പേരാണ് ഇന്നത്തെ കണക്ക്. 507 പേരാണ്. വേറൊന്ന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സ്റ്റാഫിൽ നിന്ന് 59 പേരെ അവിടെ ഡിപ്ലോയ് ചെയ്തിരുന്നു. ആ 59 പേരിൽ ഇതേപോലെ പരിക്ക് പറ്റിയവരും അസുഖം വന്നവരും ഒക്കെ ആയിട്ട് കുറച്ച് പേര്, 8-9 പേര് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ 45 പേരുണ്ട് എന്ന് സർക്കാർ പറയുന്നു. MEG ഇപ്പോൾ 2 കൂട്ടർ തിരിച്ചു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു സ്റ്റേറ്റ് വലിയ സന്മനസ്സോടെയാണ് നമ്മൾ സഹായിച്ചത്, തമിഴ്നാട്. അത് ആദ്യഘട്ടത്തിൽ ഓടിയെത്തിയത് അവരാണ്. അവർക്ക് പറന്ന് വന്നതാണ് അവർ. നമ്മൾ ഊട്ടിയിൽ നിന്ന് കയറിയാൽ ഇവിടെ എത്താം. ആദ്യം എത്തിയതാണ് അവരുടെ ദൗത്യം ഏതാണ്ട് ഇനി നമുക്ക് അണ്ടർ കൺട്രോളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തിരിച്ചു പോയിട്ടുണ്ട്. ആദ്യം വന്ന ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പായിരുന്നു. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 180 പേരുണ്ടായിരുന്നു. അവരെ തിരിച്ചയച്ചു. അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിൽ 136 പേരുണ്ടായിരുന്നു. അവരോട് നന്ദിപൂർവ്വം നമ്മൾ തിരിച്ചയച്ചു. ഇപ്പോൾ ഇന്നത്തെ കണക്കിൽ അവരില്ല. വേറൊന്ന്, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു. വെള്ളം ഇങ്ങനെ അണപൊട്ടി വരുമ്പോൾ അതിന് മീരെ പറന്നിട്ട് ലൈഫ് ബോട്ടുകളിലൊക്കെ പറന്നിട്ടാണ് ആളുകളെ ബോഡിയൊക്കെ എടുത്തിരുന്നത്, രക്ഷിച്ചിരുന്നത്. അവർ കോസ്റ്റ് ഗാർഡ് 130 പേര് അന്നുണ്ടായിരുന്നു. പഴയ കണക്ക് നമ്മൾ പറയുമ്പോൾ അവരും തിരിച്ചുപോയി. ഇപ്പോൾ അവരില്ല. അതുകൊണ്ട് നേവി ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പം നേവി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആർമി മുഴുവനായിട്ട് തിരിച്ചുപോയി. നേവി പകരം ചെയ്തത്, നേവി അന്ന് 130 പേരുണ്ടായിരുന്നു. പക്ഷേ ആർമിയേക്കാൾ കൂടുതൽ സേവനം അവിടെ ഇപ്പോൾ ആവശ്യമുള്ളത് നേവിയുടെയാണ്. കാരണങ്ങൾ സാങ്കേതികമാവാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഒരു ബറ്റാലിയൻ കൂടി, 3 ബറ്റാലിയൻ കൂടി നേവി വന്നു. നേവി ഇപ്പോൾ 319 പേരുണ്ട്. 130-ൽ നിന്ന് അത് 319 പേരായി. ഇതാണ് ഇപ്പോഴുള്ള ഒരു ചിത്രം. അതുകൊണ്ട് ഈ ഏറ്റവും ഒടുവിലുള്ള ഒരു കണക്കനുസരിച്ച് ഇപ്പോഴും അവിടെ ഈ 2000-ഓളം പേര്, ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 2000-ഓളം പേരുണ്ട്. 2175 എന്ന് പറയുന്നുണ്ട്. അത്രയും പേര് ചെയ്യുന്നുണ്ട്. വേറൊന്ന്, ഇത്ര തന്നെ ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ്, എത്രയോ മടങ്ങാണ് ഈ കണക്കിലൊന്നും പെടാത്ത സന്നദ്ധ പ്രവർത്തകർ. അവർ ചുരം കയറിയിട്ട് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അന്ന് ആദ്യത്തെ കണക്കിൽ കളക്ടറേറ്റ് എന്ന് പറഞ്ഞത് 10,000 പേര് ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ നിർബന്ധിച്ച് തിരിച്ചയച്ചു. എന്നിട്ടും ഇപ്പോഴും ഏതാണ്ട് 8,000 പേരെങ്കിലും ഇനിയുമുണ്ട്. ആരും പറഞ്ഞാൽ അവർ തിരിച്ചു പോകില്ല. ഈ ദൗത്യം പൂർത്തിയാക്കിയിട്ടേ പോകുള്ളൂ. വേറൊന്ന്, ഭക്ഷണ സാധനങ്ങൾ വേണ്ട, ഭക്ഷ്യവസ്തുക്കൾ വന്നാൽ അതിൽ ഫംഗസ് കയറിയ വലിയ റിസ്ക്കിയാണെന്ന് ഗവൺമെൻറ് 4 ജില്ലകളുടെ പഞ്ചായത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലാ കലക്ടർമാർ ആരും ദയവായി ഭക്ഷ്യവസ്തുക്കൾ അയക്കരുതേന്ന് പറഞ്ഞിരുന്നു. അത് വലിയ ട്രാജഡി ആയിപ്പോയി. കാരണം ഈ സോഷ്യൽ കിച്ചൺ തുറന്നപ്പോൾ, സാമൂഹിക അടുക്കളകൾ സർക്കാർ തുറന്നു വെച്ചപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുണ്ടെങ്കിലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് ഒരു ദിവസം വാങ്ങാൻ കിട്ടും? വയനാട്ടിലെ കടകളിലില്ല, സൂപ്പർ മാർക്കറ്റുകൾ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടില്ല. അതുകൊണ്ട്
സാധനങ്ങൾ എത്തിക്കുന്നു, ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിന് വിലക്കില്ല. എല്ലാ പ്രേക്ഷകരോടും നമ്മൾ പറയുകയാണ്, പറ്റുന്നത് എത്തിച്ചു കൊടുക്കൂ. തേങ്ങയില്ല, കടുകില്ല, കറിവേപ്പില വയനാട്ടിൽ വളരുന്നില്ല. സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് അതൊരു പുതിയ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഇല്ല. അപ്പോൾ പറ്റുന്നതൊക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ അതും വിലക്കിയിരുന്നു. അതിന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഭക്ഷണ പൊതിയിൽ ഒരു ഗുരുത്തം കെട്ടവൻ എന്തെങ്കിലും കാണിച്ചാൽ സർക്കാരിന് എപ്പോഴും ഭീതിയാണല്ലോ. പക്ഷേ ഇവർക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസം മനുഷ്യന്റെ ഉള്ളിലെ മാനവികതയിലാണ്. ഞാൻ അന്ന് നമ്മൾ ഉറച്ചു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പുതിയ ഭക്ഷണം ഞാൻ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ടാണ് ഞാൻ പുറത്തു കൊടുക്കുക. ആ വിശ്വാസം എല്ലാ ഭരണകൂടത്തിനും നല്ലതാണ്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു ഭക്ഷണപ്പൊതികൾ വന്നോട്ടെ, നമ്മുടെ സാമൂഹിക അടുക്കളകളിൽ ഉണ്ടാകുന്ന ഭക്ഷണം തികയുന്നില്ല. അതുകൊണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളോടും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും, എല്ലാ മതസമുദായ സംഘടനകളോടും നമ്മൾ അഭ്യർത്ഥിക്കുന്നത് കഴിയുന്നവരൊക്കെ ആ പ്രദേശത്തിൻ്റെ അടുത്തുള്ള എല്ലാവരും ഭക്ഷണപ്പൊതികൾ ദിനേന വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടെ. അതാണ് ചിത്രം. ഇപ്പോഴും ഈ 6024 മനുഷ്യന്മാർ ക്യാമ്പുകളിലുണ്ട് എന്ന് മറക്കാതിരിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളാകാം. അവിടെ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ചിത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും മാധ്യമങ്ങളോടാണ്, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങളോടാണ് ഇല്ലാ കഥകൾ പടച്ചുവിട്ട റേറ്റിംഗ് കൂട്ടാനായിട്ട് നിങ്ങൾ ഇത്തരം നുണകൾ പ്രചരിപ്പിക്കരുത്. സത്യാവസ്ഥ കുറച്ച് സമയമെടുത്താണെങ്കിലും സത്യാവസ്ഥകൾ മാത്രം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോടും പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങളോട് പറയാനുള്ളത്. സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം അവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനത്തെ വില കുറച്ച് കാണാതെ ഇരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും വയനാട് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. താൽക്കാലികമായി നമുക്ക് ഈ ചർച്ച അവസാനിക്കും. അതെ, നമ്മൾ വയനാടിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും അത് വസ്തുതാപരമാണ്. അത്രേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.